بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ ലുഖ്മാനിലെ 25, 26, 27 ആയത്തുകൾ, പേജ് നമ്പർ 413. ഈ വചനങ്ങളാണ് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുന്നു. വല ഇൻ സഅൽതഹും, അവിടെ വല ഇൻ എന്ന സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകിക്കൊണ്ട് അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കണം. വല ഇൻ സഅൽതഹും, പദത്തിൻ്റെ സഅൽതഹും എന്നതിൽ അന്ത്യത്തിൽ വന്ന സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈന് സഗീർ എന്നും പേര് നൽകാവുന്ന മണിക്കൽ നൽകി, ലയിപ്പിക്കൽ നൽകി മണിച്ചുകൊണ്ട് വല ഇൻ സഅൽതഹും മൻ എന്ന ഒറ്റ ശബ്ദമുള്ള മീമാക്കി ഉച്ചരിക്കുക. മൻ ഖലഖ, സക്കിന നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. ഖലഖ, ഖാ, ഖാഫ് ഇവയൊക്കെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്, തടിപ്പിച്ചുച്ചരിക്കണം. മൻ ഖലഖസ് സമാവാതി, അസ്സമാവാതി, വാവ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. വൽ അർദ, വൽ അർദ, റാ ളാദ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ളാദിന് പൂർണ്ണമായ തഫ്ഖീം, അതോടൊപ്പം മുസ്തഖീലായ അക്ഷരം ളാദിൻ്റെ മഖ്റജ് തെറ്റിപ്പോവാതെ ഉച്ചരിക്കുക. വൽ അർദ ലയഖൂലുന്ന അല്ലാഹ്, ലയഖൂലുന്ന, ഖാഫ് തടിപ്പിച്ചുച്ചരിക്കേണ്ട തഫ്ഖീമിൻ്റെ ഹർഫ്. ലയഖൂലുന്ന ഷദ്ദുള്ള നൂൻ, നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല, ഇതിൽ ലാമിന് തഫ്ഖീം കൊടുക്കുക. വഖഫ് ചെയ്യുമ്പോൾ അവിടെ ആരിദായ ദീർഘം വരും. ആ ദീർഘത്തിലൊക്കെയും തഫ്ഖീം നിലനിർത്തണം. ലയഖൂലുന്ന അല്ലാഹ് എന്ന് ദീർഘിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യാം. ഖുലിൽ ഹംദുലില്ലാഹ്, ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, സൂചിപ്പിച്ചു കഴിഞ്ഞു. ഖുലിൽ ഹംദുലില്ലാഹ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും ഇസ്മുൽ ജലാല. നേരത്തെ അല്ലാഹ് എന്ന് നമ്മൾ ദീർഘിപ്പിച്ചുകൊണ്ട് തഫ്ഖീമോട് കൂടിയാണ് ഉച്ചരിച്ചതെങ്കിൽ ഇവിടെ ലില്ലാഹ് എന്ന് തർക്കീഖോട് കൂടി ലാമിനെ ഉച്ചരിക്കുന്നു. ലാമാണ്, രണ്ടും മഖ്റജിൽ യാതൊരു വ്യത്യാസവുമില്ല, മറിച്ച് സിഫത്തിൽ മാത്രമാണ് വ്യത്യാസം. ഒന്നിന് തഫ്ഖീം, മറ്റേതിന് തർക്കീഖ്. ബൽ അക്സറുഹും ലാ യഅലമൂൻ, ബൽ അക്സറുഹും, അക്സറു റായിന് തഫ്ഖീം കൊടുക്കുക. അക്സറുഹും സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അക്സറുഹും ലാ യഅലമൂൻ, അല്പം പോലും മണിച്ചു പോകരുത്, ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. ഇതിലെല്ലാം തന്നെ തഫ്ഖീമിൻ്റെ ഹർഫുകൾക്ക് മാത്രം തഫ്ഖീമും മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ തർക്കീഖും നൽകി നേർപ്പിച്ചുച്ചരിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടതെന്നത് പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം. ലാ യഅലമൂൻ എന്ന് അവസാനിപ്പിക്കുമ്പോൾ മദ്ദ ആരിദുൽ സുക്കൂൻ മിതത്വം നൽകി 4 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിച്ചുകൊണ്ട് നിർത്തലാണ് ഉത്തമം. അല്ലാതെ 6 ഹറക്കത്തിൻ്റെ അളവിൽ പൂർത്തിയാക്കുകയോ ആകാവുന്നതാണ്. 2 ഹറക്കത്തിൽ മതിയാക്കുന്നത് കൊണ്ടും തെറ്റില്ല, പക്ഷേ 4-ൽ മിതത്വം സ്വീകരിക്കുക, തവസ്സുത്ത് എന്നതാണ് ഭംഗി. ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ലില്ലാഹി മാ ഫിസ് സമാവാതി, ഇതിലുള്ള അക്ഷരങ്ങളൊക്കെയും തർക്കീഖിൻ്റെ നേർപ്പിച്ചുച്ചരിക്കേണ്ടതാണ് എന്നത് ഒരു പ്രത്യേക ശ്രദ്ധ. അതായത് പലപ്പോഴും അലിഫ് തെറ്റിച്ചുകൊണ്ട്
ലില്ലാഹി മാ ഫിസ്സമാവാതി എന്ന് പറഞ്ഞു പോകുന്ന ഒരു ശൈലിയുണ്ട് നമ്മുടെ ആളുകൾക്ക്. അത് സൂക്ഷിക്കേണ്ടതാണ്, അങ്ങനെ വരരുത്. ലില്ലാഹി മാ ഫിസ്സമാവാതി. വാവ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് ഉച്ചരിക്കണം, നേരത്തെ സൂചിപ്പിച്ചു. വൽ അർദ്, വൽ അർദ്. അവിടെ റാഇനും ദ്വാദിനും തഫ്ഖീം വരുന്നു. ചേർത്ത് ഓതുകയാണെങ്കിൽ ദ്വാദിന് കസ്ർ വരും, അപ്പോൾ കുറഞ്ഞ തഫ്ഖീമേ ഉണ്ടാവുകയുള്ളൂ. വൽ അർദി ഇന്നല്ലാഹ. ഷദ്ദുള്ള നൂനിനെ മണിക്കണം, ഉന്നത്ത് നൽകി നൂനിനെ ഉച്ചരിക്കണം. നൂൻ മുഷദ്ദദ. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിൽ ലാമിന് തഫ്ഖീം വരുന്നു, അതിൻ്റെ ദീർഘത്തിലും തഫ്ഖീം. ഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഇന്നല്ലാഹ ഹുവൽ ഗനിയ്യു എന്ന് പറയുമ്പോൾ ഗൈനിന് മാത്രമാണ് തഫ്ഖീമുള്ളത്, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല. ഇന്നല്ലാഹ എന്ന ഇസ്മുൽ ജലാലയിൽ തഫ്ഖീമുണ്ട്, നമ്മൾ പറഞ്ഞു, ലാമിന്, പിന്നെ ഗൈനും. അൽ ഹമീദ്. ദാലിൽ ഖൽഖല കുബ്ര നൽകി വളരെ വ്യക്തമായി സുക്കൂൻ ഹറക്കത്ത് പോലെ ഉച്ചരിച്ചുകൊണ്ട് അൽ ഹമീദ് എന്ന് കേൾപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യുക. വലൗ അന്നമാ ഫിൽ അർദി മിൻ ഷജറത്തിൻ അഖ്ലാം. വലൗ അന്ന, ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വലൗ അന്നമാ ഫിൽ അർദി. റാഇനും ദ്വാദിനും തഫ്ഖീമാണ്, ദ്വാദിന് കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രം. മിൻ ഷജറത്തിൻ. സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി വ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ചുകൊണ്ട് റാ ഉച്ചരിക്കുക. ഷജറത്തിൻ. തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. മിൻ ഷജറത്തിൻ അഖ്ലാം. അഖ്ലാം. ഖാഫിന് തഫ്ഖീമുണ്ട്, കൂടാതെ ഖൽഖല സുഗ്റ നൽകി അഖ്ലാം എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അഖ്ലാമു വൽ ബഹ്റു യമുദ്ദു. തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുർ. യമുദ്ദുഹു, ഇതിലുള്ള ضمീറിന് മദ്ദുസ്സില സുഗ്റ നൽകി രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. യമുദ്ദുഹു മിൻ ബഅദിഹി. മിൻ എന്നതിലെ സാക്കിനാനൂൻ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. മീമിന് നൽകേണ്ട ഹുക്മ് ഇഖ്ഫാ ശഫവി എന്നതാണ് ഇവിടെയും അന്തിമമായി നൽകപ്പെടുക. മിൻ ബഅദിഹി. ബഅദിഹി എന്നതിലെ ضمീർ മദ്ദുസ്സില സുഗ്റ നൽകി രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കുക. മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ. സബ്അതു അബ്ഹുർ. രണ്ട് പദത്തിലും സാക്കിനായ ബാ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാതുല്ലാഹ്. അബ്ഹുരിമ്മ. അവിടെ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് പൂർണ്ണമായ ഇദ്ഗാം കാമിൽ നൽകി മണിച്ചുച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന. അബ്ഹുരിമ്മ നഫിദത് കലിമാതുല്ലാഹ്. നേരത്തെ സൂചിപ്പിച്ച അതേ അവസ്ഥ തന്നെ. അല്ലാഹ് എന്ന ദീർഘത്തിൽ തഫ്ഖീം നൽകി ലാമിനെ ലാമുൽ ജലാല ഇസ്മുൽ ജലാലയിലെ ലാമിനെ തഫ്ഖീം ചെയ്ത് ദീർഘിപ്പിച്ച് ആ ദീർഘത്തിലും നിലനിർത്തുക തഫ്ഖീമിനെ. ഇന്നല്ലാഹ അസീസുൻ ഹകീം.
ഇന്നല്ലാഹ ഷദ്ദുള്ള നൂനിനെ മണിക്കുക. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിലെയും തഫ്ഖീം നിലനിർത്തുക. അസീസുൻ ഹക്കീം. അസീസുൻ തൻവീൻ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولئن سألتهم من خلق السماوات والأرض ليقولن الله قل الحمد لله بل أكثرهم لا يعلمون. لله ما في السماوات والأرض إن الله هو الغني الحميد. ولو أن ما في الأرض من شجرة أقلام والبحر يمده من بعده سبعة أبحر ما نفدت كلمات الله إن الله عزيز حكيم.